പ്രിയ ശ്രോതാക്കളെ, പ്രണാമം. കവിഗന്ധർവൻ വയലാറിൻ്റെ ഗാനങ്ങളിലേക്ക് മനസ്സ് പറന്നെത്തുമ്പോൾ ഗാനങ്ങളിൽ നിന്ന് ഉറന്നൊഴുകുന്ന അർത്ഥധാരകളാൽ നമ്മളെ അതിഭാസ്വരമായ അനുഭൂതിയുടെ തലങ്ങളിലേക്ക് എത്തിച്ച് ആ ഗാനപുഷ്പത്തിൻ്റെ രസഗന്ധഭാവങ്ങൾ നമ്മൾ നുകരുന്നില്ലേ? ഇതുപോലെ ഹൃദയത്തിലേക്ക് ഉറന്നൊഴുകിയ അനുഭൂതികളെ ഒന്നുകൂടി ഓർമ്മകളുടെ പൂമുഖത്തേക്ക് എത്തിക്കുന്നതിന് തയ്യാറാണല്ലോ. നമുക്ക് നോക്കാം. തൻ്റെ പ്രിയംവധയുടെ മൃദുപുഞ്ചിരിയിൽ ഒരു മാന്ത്രികത ദർശിച്ച കാമുകനെ കാണണ്ടേ? പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഏകാന്ത പുളിനത്തിൽ, പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഏകാന്ത പുളിനത്തിൽ, നിൻ മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു, നിൻ മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു, നിത്യവിസ്മയവുമായി ഞാനിറങ്ങി, നിത്യവിസ്മയവുമായി ഞാനിറങ്ങി, സഖി ഞാനിറങ്ങി. ഇതൊരു മനോഹരമാണല്ലേ. അടുത്തത്, പ്രകൃതിയിലെ രമണീയമായ വിസ്മയങ്ങൾ ദർശിക്കുന്നതിനായി കാമുകൻ തൻ്റെ നിത്യകാമുകിയെ ക്ഷണിക്കുന്നത് ഓർമ്മയുണ്ടോ? മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ, മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ, നിത്യകാമുകി നിത്യകാമുകി നിൽപ്പു ഞാനീ നിശാനികുഞ്ചത്തിനരികിൽ, എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ, ഏകാന്ത ജാലകം തുറക്കൂ. ഇനി നമ്മൾ ഇന്നിവിടെ കൊടിയിറക്കുന്ന വയലാറിൻ്റെ മറ്റൊരു പ്രണയഗാനമാണ്. ഉപാധിരഹിതമായ പ്രണയത്താൽ ആത്മാവിൻ്റെ വെളിച്ചം തേടി സഞ്ചരിക്കുന്ന കാവ്യഗന്ധർവൻ പ്രണയം ഉപനിഷത്തായി ഈ ഗാനത്തിൽ ഉപമിച്ചിരിക്കുന്നത് വളരെ വിസ്മയകരമായ അനുഭവമാണ്. പ്രണയവും ഉപനിഷത്തും എത്രയോ തലങ്ങളിൽ സമാനതയോടെ വിരാജിക്കുന്നുണ്ട്. പ്രണയവും ഉപനിഷത്തും വിസ്മയമായ അനുഭൂതിയുടെ ആത്മസ്രോതസ്സാണ്. രണ്ടും വ്യാപിച്ചിരിക്കുന്നത് വെളിയിലല്ല, പക്ഷേ ഉള്ളിലെ നിരുപമമായ വെളിച്ചത്തിന് അത് പ്രതിനിധിയായിരിക്കുന്നു. രണ്ടും നൽകുന്ന ആത്മീയ അനുഭൂതി സാർവദേശീയവും സാർവകാലികവുമല്ലേ? പ്രണയത്തെ വിശുദ്ധമായ അറിവിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭൂതിദായകമായ ഉപനിഷത്തിനോട് ഉപമിച്ചിരിക്കുന്നത് എത്രയോ അർത്ഥവത്താണ്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്ന ദേവരാജ മാസ്റ്ററാണ്, ആലപിച്ചിരിക്കുന്ന ജയേട്ടനാണ്. ഭാവഗായകൻ്റെ ഭാവശുദ്ധിയോടെ ജയേട്ടൻ അതിമനോഹരമായിട്ടാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സിനിമ മാധവിക്കുട്ടിയാണ്. നമുക്ക് പല്ലവിയിലേക്ക് വരാം. പല്ലവി നോക്കാം. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിൻ നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിൻ നയനങ്ങൾ. ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങളാണ് മാനത്തെ കണ്ണികൾ. അപ്പോൾ ആകാശത്തിലെ നക്ഷത്ര
കൂട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അഗാധമായ ജലാശയങ്ങൾ പോലെ, അതാണ് കയങ്ങൾ. അഗാധമായ ജലാശയങ്ങൾ പോലെ സുന്ദരിയായ നിന്റെ നയനങ്ങൾ അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. അപ്പോൾ സുന്ദരിയായ നിന്റെ നയനങ്ങളിൽ മുഖം നോക്കുന്ന കാമുകൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങളാണ്. ഈ പലപ്പോഴും വാക്കുകൾ കൊണ്ട് പറയാൻ മടി കാണിക്കുന്ന പ്രണയിനികളുടെ ഹൃദയവികാരങ്ങളെ ഒറ്റ നോട്ടം കൊണ്ട് കാമുകനിലേക്ക് കൈമാറാൻ സാധിക്കുന്ന ഒരു മാന്ത്രിക സേതുവാണ് സുന്ദരിമാരുടെ നയനങ്ങൾ. സുന്ദരിയായ പെണ്ണിൻ്റെ രമണീയമായ നയനങ്ങൾ വെറുമൊരു കാഴ്ചയല്ല, മറിച്ച് 1000 കവിതകൾ ഒളിപ്പിച്ചു വെച്ച മനോഹാരിതയുടെ നിറകുടങ്ങളാണ്. ഇതാണ് പല്ലവി. നമുക്ക് അനുപല്ലവിയിലേക്ക് വരാം. പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങൾ നിൻ നുണക്കുഴിപ്പൂമോടും കുറുനിരകൾ കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു? കാറ്റിനെ ഞാൻ ശപിച്ചു, അതു നിന്റെ കാമുക ഹൃദയത്തിൽ ഒളിച്ചു. ഇതാണ് അനുപല്ലവി. പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ നിൻ നുണക്കുഴി പൂമൂടും കുറുനിരകൾ. പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ നിൻ നുണക്കുഴി പൂമൂടും കുറുനിരകൾ. പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങളാൽ നിന്റെ നുണക്കുഴി പൂമൂടുന്ന കുറുനിരകൾ. ഈ കുറുനിരകൾ എന്ന് വെച്ചാൽ തലമുടി ഇഴകൾ ഇറങ്ങി വന്ന് പുഷ്പസമാനമായ നുണക്കുഴി കാണാത്ത തരത്തിൽ മൂടപ്പെടുന്നതിനാണ് നമ്മൾ ഇതിനിങ്ങനെ നുണക്കുഴി പൂമൂടും കുറുനിരകൾ എന്ന് അവതരിപ്പിക്കുന്നത്. ഇതെന്തു ചെയ്തു? കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു? ഇത്രയും മനോഹരമായ രചനാഭംഗികളുടെ നിൽക്കുന്ന നിന്നെ കാറ്റുവന്ന് ഈ രചനാഭംഗിയെ മാറ്റുവാൻ നീ എന്തിനാണ് അനുവദിച്ചതെന്ന് കാമുകൻ കാമുകിയോട് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് കാമുകൻ പറയുന്നത്? കാറ്റിനെ ഞാൻ ശപിച്ചു, അതു നിന്റെ കാമുക ഹൃദയത്തിൽ ഒളിച്ചു. കാറ്റ് വന്ന് മുടിയിഴകളെ മാറ്റിയത് കാമുകന് ഇഷ്ടപ്പെട്ടില്ല. ഇത് കാമുകൻ്റെ സ്നേഹപൂർണമായ അസൂയയായി കാണാം. കാമുകൻ കാറ്റിനെ ശപിക്കുന്നു, അത് നിന്റെ കാമുക ഹൃദയത്തിൽ ഒളിച്ചു. ആ കാറ്റ് കാമുകൻ്റെ ഹൃദയത്തിൽ ഒളിച്ച് കാമുകൻ്റെ ഉള്ളിലെ പ്രണയമായി മാറുകയാണ്. ഹൃദയത്തിൽ ആരാണ് ഒളിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ആ വ്യക്തിയുമായിട്ട് നമുക്ക് പ്രണയ ബാന്ധവം ഉണ്ടാകില്ലേ? അതുപോലെ കാമുകൻ്റെ ഹൃദയത്തിൽ ഒളിച്ച കാറ്റുമായിട്ട് കാറ്റ് ഒരു പ്രണയമായി മാറുകയാണ് കാമുകൻ്റെ. ഇതാണ് അനുപല്ലവി. എത്ര മനോഹരമായിട്ടാണ് വയലാർ ഇങ്ങനെ പാടി പോകുന്നു. നോക്കൂ. ഇന്ന് നമുക്ക് ചരണത്തിലേക്ക് വരാം. പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്താൽ തിരുമധുരം. പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം. 1000 ചൊടികളാൽ മുഖരാനെന്തിന് ആതിരചന്ദ്രനെ അനുവദിച്ചു? ചന്ദ്രനെ ഞാൻ ശപിച്ചു, അവൻ നിന്റെ ചെമ്പകമുഖശ്രീയിലൊളിച്ചു. ഇതാണ് പല്ലവി. ചരണം. പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം. ഇത് മനോഹരമായ കാവ്യബിംബങ്ങൾ അവതരിപ്പിച്ച വയലാറുടെ പ്രിയൻ്റെ ചുംബനത്തിൻ്റെ സ്പർശത്താൽ വിരിഞ്ഞ പ്രിയതമയുടെ പുഞ്ചിരിയെ തിരുമധുരമായാണ് വയലാർ വിശേഷിപ്പിക്കുന്നത്. ഈ പ്രണയത്തെയും സൗന്ദര്യത്തെയും ഇത്രത്തോളം മനോഹരമായ ബിംബങ്ങളിലൂടെ അവതരിപ്പിക്കാൻ വയലാറിന് മാത്രമേ കഴിയൂ. ഈ തിരുമധുരം എന്നാൽ അറിയാലോ,
ഈ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ നിവേദിക്കുന്ന തിരുമധുരമാണ്. അതിൽ പഴമുണ്ടാവും, പഞ്ചസാരയിലെ ശർക്കര, നെയ്യ്, തേൻ, അതുപോലെ കദളിപ്പഴം എന്നീ മധുരങ്ങളാൽ തയ്യാറാക്കുന്ന ദേവന് നിവേദിക്കുന്ന പ്രസാദമാണ് തിരുമധുരം. ഇപ്പം പ്രിയ ചുംബനത്താൽ വിരിഞ്ഞ പ്രിയതമയുടെ പുഞ്ചിരി ഒരു പ്രസാദം പോലെ പവിത്രവും മധുരമുള്ളതുമാണെന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പോണത് 1000 ചൊടികളാൽ മുഖരാനെന്തിനി ആതിരചന്ദ്രനെ അനുവദിച്ചു. 1000 അധരങ്ങളാൽ, ചൊടികളെന്ന് വെച്ചാൽ ചൊടികളാൽ, അധരങ്ങളാൽ, 1000 അധരങ്ങളാൽ നിന്നെ ഉമ്മ വയ്ക്കാൻ മുഖരാൻ ആതിരചന്ദ്രൻ എന്ന് വെച്ചാൽ ധനുമാസത്തിലെ തിരുവാതിര നാളിലെ ചന്ദ്രനാണ് ആതിരചന്ദ്രൻ. ഈ ചന്ദ്രൻ പ്രണയത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമാണ്. അതുപോലെ ആതിരചന്ദ്രന് നീ എന്തിനനുവദിച്ചു നിന്നെ വന്ന് ഉമ്മ വയ്ക്കാൻ, നിന്നെ മുഖരാൻ എന്നാണ് കാമുകൻ പ്രണയനിയോട് ചോദിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്തു? ചന്ദ്രനെ ഞാൻ ശപിച്ചു, അവൻ നിന്റെ ചെമ്പകമുഖശ്രീ ഒളിച്ചു. ഉടനെ പുള്ളിക്ക് പെട്ടെന്ന് അസൂയ, ഒരു പൊസസീവ്നെസ് ഉള്ള ആളാണ് കാമുകൻ. അപ്പം അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം ചന്ദ്രനെ ശപിച്ചു. ചന്ദ്രനെ ശപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സഹസ്രകിരണങ്ങളാൽ, കിരണമെന്ന് വെച്ചാൽ ചുണ്ടുകളാണ്, സഹസ്രകിരണങ്ങളാൽ ചുംബിക്കുന്ന ചന്ദ്രനോട് കാമുകന് തോന്നുന്ന പരിഭവത്താൽ കാമുകൻ ചന്ദ്രനെ ശപിച്ചപ്പോൾ ചന്ദ്രൻ ഭയന്ന് ഓടി നിന്റെ ചെമ്പക പൂ പോലുള്ള മുഖത്തെ ശോഭയിൽ ഒളിച്ചിരുന്നു. അതായത് ചന്ദ്രനേക്കാൾ ശോഭയുള്ളതാണ് പ്രിയതമയുടെ മുഖമെന്ന് സാരം. ഇവിടെ പ്രകൃതിയും പ്രണയവും തമ്മിലുള്ള ദൃഢമായ ബന്ധം ഈ ഗാനത്തിൽ കൂടി വയലാറ് വർണ്ണിക്കുന്നു. ഇവിടെ നമ്മൾ ഇവിടെ പറയുകയാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഗാനം ആലപിച്ചിട്ട് ഇന്നിവിടെ പിരിയട്ടെ. ഗുഡ് ബൈ. മാനത്തെ കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങൾ നിൻ നുണക്കുഴിപ്പൂമൂടും കുറുനിരകൾ, കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു? കാറ്റിനെ ഞാൻ ശപിച്ചു, അതു നിന്റെ കാമുക ഹൃദയത്തിൽ ഒളിച്ചു. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം, പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം, 1000 ചൊടികളാൽ മുഖരാനെന്തിനി ആതിരചന്ദ്രനെ അനുവദിച്ചു. ചന്ദ്രനെ ഞാൻ ശപിച്ചു, അവൻ നിന്റെ ചെമ്പകമുഖശ്രീ ഒളിച്ചു. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ
മനോരമേ നിൻ നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.